ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ്. നമ്മളിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന പാനിനനുസരിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാൻ വേണ്ടി. നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ 8 പീസ് ബ്രെഡാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പാനിൻ്റെ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബ്രെഡ് ഓരോന്നും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. കൂട്ടി വെച്ച് കൊടുക്കരുത്, അപ്പം ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെ പീസും വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു 1 മിനിറ്റോളം നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇതുപോലെ 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച ആ മുട്ടയുടെ മിക്സ് ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ വേണം ഈ മുട്ടയുടെ മിക്സ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയേ. ഇനി നമുക്ക് ഈ പാൻ എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 1-1.5 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിതുപോലെ കുക്കായി കിട്ടും. ഇനി ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാക്കി കൊടുത്താൽ മതിയേ. ഞാനിവിടെ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ആക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതുപോലെ ടൊമാറ്റോ സോസ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചീസ് എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയുടെ പകുതി അകത്തെ ആ കുരു മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നില്ല. ഇതുപോലെ തക്കാളി കട്ട് ചെയ്തത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ ചീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇതുപോലെ അങ്ങ് വിതറി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ചീസെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്ലെയിം കൂട്ടി വെക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം.
നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.